വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. മോഡേൺ ഡയബറ്റീസ് ആൻഡ് ഒബേസിറ്റി, അമിതവണ്ണവും പ്രമേഹവും എങ്ങനെ നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നു സംസാരിക്കുന്നു ഡോക്ടർ ഗണേഷ് സോമൻ, എൻഡോക്രൈനോളജിസ്റ്റ്, ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, കച്ചേരിപ്പടി. See, modern diabetes and obesity. This has become a dual epidemic in recent times. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ഇൻ്റഗ്രേറ്റഡ് ആക്ഷൻ ഇതിന് അഡ്രസ്സിങ് ബോത്ത് ഡയബറ്റിസ് ആസ് വെൽ ആസ് ഒബീസിറ്റി, എങ്ങനെയാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് ആക്ഷൻ പ്ലാൻ വെച്ചിട്ട് ഇതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നതെന്ന് ഉള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോണത്. അപ്പോൾ ഇതിൽ യൂഷ്വലി ഏർലിയർ ടൈംസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒബീസിറ്റി വാസ് ജസ്റ്റ് കൺസിഡേർഡ് ആസ് എൻ അഡ്ജുവൻറ്റ് ടു എനി അതർ പ്രോബ്ലംസ് വിത്ത് വിച്ച് പേഷ്യൻസ് കം ടു അവർ OPD. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ, ഹൈ BP അല്ലെങ്കിൽ ഹൈ ബ്ലഡ് ഷുഗറായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റ് വന്ന് നോക്കുമ്പോൾ പേഷ്യൻ്റ് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉണ്ടെങ്കിൽ ആസ് ഒരു രണ്ടും കൂടി ഒരുമിച്ച് ഒബീസിറ്റി ഉള്ളതുകൊണ്ട് ഒബീസിറ്റിയും കൂടെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ പോകും. നേരത്തെ അങ്ങനെയാണ് ഇതുവരെ അങ്ങനെ ഒരു ഇപ്പോൾ ഇങ്ങനെ പ്ലാനിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നൗ ഇറ്റ് ഹസ് ബിക്കം ദി ഒബീസിറ്റി as a whole has become so much so that it has to be addressed as a separate entity. It is now being addressed as a separate chronic disease, which affects health as well as the quality of life and lead to definitive cardiovascular risk. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മാനേജ്മെൻറ്റ് റിജിം. But diabetes as such, ഇതിലെന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസ് ആൻഡ് ഒബീസിറ്റി ഓൾവേസ് കോ എക്സിസ്റ്റ്. ഡയബറ്റീസ് കാരണം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒബീസിറ്റി ക്യാൻ ലീഡ് ടു ഡയബറ്റീസ് ആൻഡ് വൈസ് വേഴ്സ. ഈ ഡയബറ്റീസും ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ മെഡിസിൻസ് വിച്ച് വി ടേക്ക് ഫോർ ഡയബറ്റീസ് ക്യാൻ ഓൾസോ ലീഡ് ടു ഒബീസിറ്റി. അപ്പോൾ ഇത് രണ്ടും കൂടെ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ഹൗ വി ടാക്കിൾ ദ കോംപ്ലിക്കേഷൻസ് ഡ്യൂ ടു ബോത്ത് ഓഫ് ദീസ് ഡിസീസസ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ of an endocrinologist or a diabetic physician. അപ്പോൾ ഇതിലിപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഡയബറ്റീസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ മെയിൻ ദ സ്ട്രാറ്റജി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇസ് ABC എന്ന് പറയും. A means it is A1C, HbA1c, glycosylated hemoglobin has to be within the control limits. So different sects of patients will have different targets for HbA1c. അത് I have to stress a point because a lot of controversies have occurred as to what will be the correct A1C target. It depends on patient to patient basis. We have to we have to set a target. For example, if a young patient with only diabetes and there is no other comorbidities, we have to address this problem as a very strict control of diabetes. HbA1c has to be like 6.5, less than 6.5 to less than 7. But if it is an elderly patient, elderly gentleman like 70-75 years which has multiple risk factors, heart problem ഉണ്ട്, അല്ലാണ്ട് BP ഉണ്ട്, dyslipidemia, അതായത് ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഉണ്ട്, then we have to have a very leisure target for the HbA1c. Like it can be even like 8.5 വരെ വെക്കാം. It all depends from patient to patient according to the risks which they are already having. Second, ഞാൻ ABC എന്ന് പറഞ്ഞാൽ രണ്ടിൽ B ആണ്. B is for blood pressure. For diabetic patients, the blood pressure target is less than 130/80. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടാർഗറ്റ്. ഇതിൻ്റെ കൂടാണ്ട് in addition if that patient has any kind of kidney disease, ഇപ്പോൾ പ്രോട്ടീൻ ലീക്കോ എന്തെങ്കിലും ഡയബറ്റീസ് പറഞ്ഞാൽ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. Diabetes affects the kidney. If there is a protein leak or something, proteinuria എന്ന് പറയും, because the protein is getting leaked through the urine. അങ്ങനെയുള്ള ഒരു ഇതിലാകുമ്പോൾ the BP target has to be still reduced to 120/70. 130/80 ആണ് യൂഷ്വലി ഡയബറ്റീസ് മാത്രമുള്ളവർക്ക്, ഡയബറ്റിക് ഹൈപ്പർടെൻസിവ്സ് എന്ന് പറയും. And if it is accompanied by proteinuria or if the diabetes affects the kidneys, it has to be less than 120/70. And ABC is for cholesterol. Cholesterol for any diabetic patients, the cholesterol level LDL, that is the bad cholesterol level, has to be less than 70. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. മാത്രമല്ല ഈ any diabetic patients irrespective of the cholesterol value, cholesterol value normal ആണെങ്കിലും
അതല്ല എന്നുണ്ടെങ്കിലും വി ഹാവ് ടു സ്റ്റാർട്ട് എ സ്മോൾ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ട് കൊളസ്ട്രോൾ ലോവറിങ് മെഡിസിൻസ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ് എനിവേസ്. ഇതെന്തിനാന്ന് വെച്ചാൽ പ്ലാക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. ഫോർ എനി പേഷ്യൻസ് ദർ വിൽ ബി കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഇൻ ദ ആർട്ടറീസ്. അത് അടന്നിട്ട് ഒരു ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ. ഈ പ്ലാക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്ത് അടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എവറി ചാൻസ് ദറ്റ് ദ ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട് മസിൽസ് ക്യാൻ ബി ബ്ലോക്ക്ഡ്. ഈ കൊറോണറി ആർട്ടറിയിൽ വരുന്ന പ്രോബ്ലമാണ് ഞാൻ പറയുന്നത്. ആൻഡ് എവൻച്വലി പേഷ്യൻ്റ് ക്യാൻ ഗെറ്റ് എ ഹാർട്ട് അറ്റാക്ക്. അത് വരാണ്ടിരിക്കാൻ ഇറസ്പെക്റ്റീവ് ഓഫ് കൊളസ്ട്രോൾ വാല്യൂസ് ഫോർ ഡയബറ്റിക് പേഷ്യൻസ് വി നീഡ് ടു സ്റ്റാർട്ട് എ സ്റ്റാറ്റിൻ വിച്ച് ഇസ് നത്തിങ് ബട്ട് എ കൊളസ്ട്രോൾ ലോവറിങ് മെഡിസിൻ. ആൻഡ് നൗ കമ്മിങ് ടു ആൻഡ് ഇപ്പോൾ ABC പറയുന്നത് ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോർ എനി സ്റ്റേജ് ഓഫ് ഡയബറ്റീസ് whatever may be the HbA1c, diet and exercise play a major role in the management of diabetes. ഏതൊരു ഗൈഡ് ലൈൻ എടുക്കുകയാണെങ്കിലും ഡയറ്റ്, ദറ്റ് ഈസ് യു ലോവർ ദി കാർബോഹൈഡ്രേറ്റ് ലോഡ് ഓൺ ദി ബോഡി. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ അതിൽ ഡയറ്റ് ഇതിൽ പറയുകയാണെങ്കിൽ ദി പെർ ഡേ കാലറീസ് ഹാസ് ടു ബി ഐഡിയലി ഇറ്റ് ഹാസ് ടു ബി ലെസ് ദൻ 1000 to 1200 കിലോ കാലറീസ് പെർ ഡേ ആയിരിക്കണം. ആൻഡ് moderate activity exercise, 150 minutes of moderate activity exercise has to be done by all patients with diabetes, irrespective of their whether taking medicines or whether they follow a diet. എന്താണെങ്കിലും moderate activity of 150 minutes is very important as to how to control diabetes in the long run. So diet and exercise play a major role in each and every stage of diabetic disease.